ജയറാം എന്ന നടനെ കുറച്ചു ദിവസങ്ങളായി വലിയ ട്രോളുകളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ജയറാമിനെ കുറിച്ച് വലിയ രീതിയിൽ വിമർശിക്കുന്നത് പ്രേക്ഷകരല്ല, പക്ഷേ സിനിമയിലുള്ള ആൾക്കാർ തന്നെയാണ്. മകന് വേണ്ടി സിനിമ പിടിച്ചതും അതിനിറക്കിയ പൈസ സിനിമ പരാജയപ്പെട്ടതോടെ നഷ്ടമായതും ഒപ്പമുണ്ടെന്ന് പറഞ്ഞ ജയറാം പിന്നീട് കാലുമാറിയതും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ജയറാം തന്നെ പല അഭിമുഖങ്ങളിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് ട്രോൾ വിഷയമായതും അതിവിനയം ജയറാമിന് തന്നെ പണിയായതും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ ഇതിനൊന്നും മറുപടിയുമായി ജയറാം എത്താറുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരു സത്യാവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കുറച്ചു മാസങ്ങളായി നടൻ ജയറാമിനെതിരെ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജയറാം തന്റെ ഒരു അഭിമുഖത്തിൽ 2020 സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതും ട്രോളായതും. 2020 സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിന്റെ സമയത്ത് തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പറഞ്ഞത് താൻ ദീപാവലി ആഘോഷിക്കാൻ പോയെന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാകട്ടെ ശബരിമലയ്ക്ക് പോയതാണെന്നും. ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് ജയറാമിനെ ട്രോളുകയായിരുന്നു സോഷ്യൽ മീഡിയ. ജയറാം തനിക്ക് തമിഴ്നാടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കിയാണ് ജയറാം. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്. 10-20 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കൃത്യമായി ഓർമ്മയില്ല. മദ്രാസിലേക്ക് പോയതാണോ എന്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുമായി ബന്ധപ്പെട്ട അതിൽ പ്രവർത്തിച്ചവരോട് ഞാൻ ചോദിച്ചു, അവർക്കും ഓർമ്മയില്ല. അവിടെ ഞാൻ 5-6 ദിവസം നിന്നിട്ടുണ്ട്. 10-20 വർഷം മുമ്പത്തെ കാര്യമാണ്. പ്രായാധിക്യം കൊണ്ടാകാം മറവികൾ വരുന്നത്. അച്ഛൻ പാലക്കാടാണ്, എന്റെ അമ്മ കുംഭകോണം ആണ്. അച്ഛന് ജോലി പെരുമ്പാവൂരിൽ കിട്ടി. അങ്ങനെ പെരുമ്പാവൂരെത്തി. മുത്തച്ഛൻ പെരുമ്പാവൂരുകാരനായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം പെരുമ്പാവൂരായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് മലയാളം വശമില്ലാത്തതിനാൽ അമ്മയോട് സംസാരിച്ചിരുന്നത് തമിഴിലായിരുന്നു. അമ്മ മരിക്കുന്നതുവരെ തമിഴിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പോഴും എത്രയോ ബന്ധം അവിടെയുണ്ട്. കുടുംബക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ പോകാറുണ്ട്. ഒന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല. കഴിഞ്ഞ 32 വർഷമായി താമസിക്കുന്നത് മദ്രാസിലാണ്. ജോലിയുടെ ഭാഗമായി അവിടെ പോവുകയും സെറ്റിൽ ആവുകയുമായിരുന്നു. അങ്ങനെ ചെന്നൈക്കാരനായി. പെരുമ്പാവൂർ വീടൊക്കെ ഉണ്ട് എന്ന് കരുതി അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കേരളത്തിലുള്ളവർ എത്രയോ കാലങ്ങളായി ഡൽഹിയിലും ബോംബെയിലും ദുബായിലും ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഡൽഹിയിൽ ജോലി ചെയ്ത ഞാൻ ഡൽഹിക്കാരനാണെന്ന് പറയാനാകുമോ എന്നാണ് ജയറാം ചോദിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ജയറാമിൽ നിറയുമ്പോൾ ജയറാം ഒരെണ്ണത്തിനെങ്കിലും മറുപടി പറഞ്ഞല്ലോ. എന്തായാലും ഇതിനിടെയായിരുന്നു വലിയൊരു ആരോപണം വന്നത്. ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിനെ വെച്ച് സിനിമ ചെയ്ത നിർമ്മാതാവ് അസീബിന്റെ ഇന്നത്തെ സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ട് വന്ന തുറന്നു പറച്ചിലുകളും ജയറാമിന് നേരെയുള്ള വിമർശനം ശക്തമാക്കി. ഇതിനിടെയാണ് ജയറാമിന്റെ അഭിമുഖം വരുന്നതും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ജയറാം സംസാരിച്ചെങ്കിലും വലിയ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ വിഷയമാണ് സോഷ്യൽ ലോകത്ത് ഏറ്റവും വലിയ ചർച്ചയും. ജയറാമിനെ സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2020 വിഷയമെങ്കിലും പറഞ്ഞത് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് പ്രേക്ഷകർ. ഇത്രയൊക്കെ കാര്യങ്ങൾ ജയറാം പറയുമ്പോഴും ജയറാമിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ തന്നെ നടി ഉഷ പറയുന്ന വാക്കുകൾ പല പുതിയ അഭിമുഖങ്ങളിലും ശ്രദ്ധ നേടിയാണ്. ഒരു അഭിമുഖത്തിൽ ജയറാമിനെതിരെ ഉഷ കടുത്ത വിമർശനങ്ങൾ നടത്തിയത്. വലിയ ചതിയാണ് ജയറാം ചെയ്തതെന്നും 100% ഫേക്കായിട്ടുള്ള വ്യക്തിയാണ് ജയറാമെന്നും അഭിമുഖത്തിൽ ഉഷ തന്നെ പറയുകയാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം എന്ന സിനിമ ചെയ്ത് ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് അസീബാണ്. സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ പടമായിരുന്നു അത്. അസീബുമായിട്ട് നല്ല ബന്ധമായിരുന്നു ജയറാമിന്. എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടി നിൽക്കുന്ന ആളെന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. ഫേക്ക് ആയിട്ടുള്ള ആളാണ്. ആ കാണിക്കുന്ന വിനയം ഒന്നും ശരിയല്ല. ജയറാമിനെ വിശ്വസിക്കരുത് എന്ന് അസീബിനോടും അസീബിന്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പലരുടെയും അനുഭവം നമുക്കറിയാമെന്നും അതുകൊണ്ട് നീ പറഞ്ഞ് മനസ്സിലാക്കണേ എന്നും അസീബിന്റെ വൈഫിനോട് പറഞ്ഞിരുന്നു. അസീബിനോട് ഞാനും എന്റെ ഭർത്താവും ഇളയ അനിയനും പറഞ്ഞിട്ടുണ്ട്. സകല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസിന്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അതവൻ ഇട്ടിട്ട് പോയതാണ്. പടം തുടങ്ങിയതിന് മുമ്പ് ഇട്ടിട്ട് പോയതാണ്. അത് അസീബിന്റെ തലയിൽ വെച്ചു കൊടുത്തു. തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്നും അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുമെന്നും ജയറാം വാക്ക് കൊടുത്തിട്ടാണ് അസീബ് ആ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയത്. പഞ്ചാബിലും ഹൈദരാബാദ് ഫിലിം സിറ്റിയിലും ഒക്കെയായി ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് പൈസ മുടക്കി ചെയ്ത സിനിമയാണ്. പഞ്ചാബിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എന്റെ ഭർത്താവും എന്റെ ഇളയ ബ്രദറും അസീബെ പോയ പൈസ പോയി, ഇതുമായി ഇനി മുന്നോട്ട് പോകരുത്, അത് വിട്ടേക്കു എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ജയറാമേട്ടനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ജയറാമേട്ടൻ എന്റെ കൂടെയുണ്ട്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അവൻ ആ പടം പൂർത്തിയാക്കിയത്. അങ്ങനെ വലിയ ബജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായി. സാമ്പത്തിക ബാധ്യതകൾ വന്നു. അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ജയറാം. ഈ പടം ഫ്ലോപ്പായ ശേഷം അസീബിനെ ജയറാം വിളിച്ചിട്ടില്ല, എന്താണ് എന്ന് ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്. 2-3 വർഷത്തിന് ശേഷം വിളിച്ചപ്പോൾ അസീബിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല പുറത്തേക്ക് പറയുന്നത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങൾ ഉള്ള സമയത്താണ് ജയറാം വിളിച്ചത്. സംസാരം കേട്ടപ്പോൾ അയ്യോ
എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ വൈഫാണ് സംസാരിച്ചത്. അങ്ങനെ ഹസീബിനെ ജയറാം വോയിസ് ക്ലിപ്പ് അയച്ചു. ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്, ഞാനുണ്ട്, എൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എപ്പോഴും കണ്ണോട് പറയും. എൻ്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ഈ സിനിമ ചെയ്തത്. ഹസീബെ, ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല, എന്താണെന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോലുമില്ല. ഹസീബ് അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയുമില്ല. വലിയ ചതിയാണ് ജയറാം ചെയ്തത്. അവൻ എങ്ങനെ നിന്ന ആളാണെന്ന് അറിയാമോ? വലിയ ചതിയാണ് ചെയ്തതെന്ന് ഉഷ പറയുന്നു. നവാഗതരായ സുധീഷ് ജോഷിയും ഗീതിക സുദീപും ചേർന്ന് രജനിയും സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ഹാപ്പി സർദാർ. 2019 ചിത്രം റിലീസായത്. എന്തായാലും ഗുരുതര ആരോപണമാണ് നടി ഉഷ ഹസീന ജയറാമിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഉഷ ഹസീനയുടെ സഹോദരനാണ് ഹസീബ്.